നമസ്കാരം. ലോക ഭൂപടത്തിൽ ഒരു ചെറിയ ബിന്ദു പോലെ മാത്രം കാണപ്പെടുന്ന മൗറീഷ്യസിലെ അഗലേഗ ദ്വീപുകൾ ഇന്ന് ആഗോള പ്രതിരോധ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? 140 കോടി ഭാരതീയരുടെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അഗാധതയിൽ ഭാരതം ഒരു അദൃശ്യ കോട്ട പണിതുയർത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി നാം ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയധികം വിദേശ യാത്രകൾ നടത്തുന്നത് എന്ന്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും ശക്തമായ മറുപടിയാണ് ഇന്ന് അഗലേഗയിൽ നിന്നും ഉയരുന്ന വിമാനങ്ങളുടെ ഇരമ്പൽ. മൗറീഷ്യസിന്റെ പ്രധാന ഭൂപ്രദേശത്തു നിന്ന് 1100 കിലോമീറ്റർ അകലെ ആഫ്രിക്കൻ തീരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന വിജനമായ 2 ദ്വീപുകൾ. അവിടെ ഇന്ന് 3 കിലോമീറ്റർ നീളമുള്ള കൂറ്റൻ റൺവേയും അത്യാധുനികമായ കപ്പൽ ജെട്ടികളും ഉയർന്നു കഴിഞ്ഞു. ഒരു കാലത്ത് ഒന്നുമില്ലാതിരുന്ന ഈ മണ്ണിൽ $250 മില്യൺ നിക്ഷേപം നടത്തി ഭാരതം ഒരു വിസ്മയം തീർത്തിരിക്കുകയാണ്. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസ് സന്ദർശിച്ചപ്പോൾ നട്ട വിത്താണ് ഇന്ന് ഭാരതത്തിന്റെ സുരക്ഷാ കവചമായി വളർന്ന് പന്തലിച്ചിരിക്കുന്നത്. ഇത് വെറുമൊരു നിർമ്മാണമല്ല, ഇതൊരു നയതന്ത്ര യുദ്ധത്തിന്റെ വിജയമാണ്. ചൈന തങ്ങളുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന നയത്തിലൂടെ ഭാരതത്തെ കടലിൽ വളയാൻ ശ്രമിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് മറുപടി നൽകിയത് നെക്ലസ് ഓഫ് ഡയമണ്ട്സ് എന്ന തന്ത്രത്തിലൂടെയാണ്. സാഗർ അഥവാ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്ന തൻ്റെ ദീർഘവീക്ഷണത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഓരോ രാജ്യത്തെയും ഭാരതത്തിൻ്റെ വിശ്വസ്ത സുഹൃത്തുക്കളായി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥ് ഭാരതത്തിൽ അർപ്പിച്ച ആ വിശ്വാസം നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ ലോകാംഗീകാരത്തിന് തെളിവാണ്. അഗലേഗയിലെ റൺവേയിൽ ഭാരതത്തിൻ്റെ P-8I ഓഡിസൺ വിമാനങ്ങൾ ഇറങ്ങുമ്പോൾ അത് ശത്രുരാജ്യത്തിൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. സമുദ്രത്തിനടിയിലെ അന്തർവാഹിനികളെപ്പോലും കൃത്യമായി കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ള ഈ സമുദ്രവേട്ടക്കാർ അഗലേഗയിൽ നിന്നും പറന്നുയരും. ദക്ഷിണാഫ്രിക്ക മുതൽ ഓസ്ട്രേലിയ വരെയുള്ള വിശാലമായ സമുദ്രമേഖലയിൽ ഭാരതത്തിന്റെ കണ്ണ് ഇനി എപ്പോഴും തുറന്നിരിക്കും. സമുദ്രത്തിലെ കടൽക്കൊള്ളക്കാരെ അടിച്ചമർത്താനും ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ നൽകാനും ഭാരതം ഇന്ന് ഈ മേഖലയിലെ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായി മാറിയിരിക്കുന്നു. മോദിയുടെ വിദേശയാത്രകളെ വെറും വിനോദയാത്രകളായി ചിത്രീകരിച്ചവർക്ക് അഗലേഗ ഒരു പാഠമാണ്. ഓരോ യാത്രയ്ക്കും പിന്നിൽ ഭാരതത്തിൻ്റെ സുരക്ഷയും സാമ്പത്തിക താൽപ്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കുള്ള കവാടത്തിൽ ഭാരതം ഇന്ന് കാവൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നാം കടപ്പെട്ടിരിക്കുന്നത് നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവിനോടാണ്. ഭാരതത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ അതിർത്തികൾ മാത്രമല്ല, നടുക്കടലിലും നമുക്ക് കോട്ടകൾ പണിയാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഈ പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ന് അഗലേഗ കേവലം ഒരു ദ്വീപല്ല, അത് നവഭാരതത്തിൻ്റെ ആത്മവിശ്വാസമാണ്. ആഗോളതലത്തിൽ ഭാരതത്തെ ഒരു മഹാശക്തിയായി പ്രതിഷ്ഠിക്കാനുള്ള യാത്രയിൽ അഗലേഗ ഒരു നാഴികക്കല്ലാണ്. ജയ് ഹിന്ദ്.